നോമ്പ് തുറയിലും ഇഫ്താർ പാർട്ടിയിലുമെല്ലാം ഒഴിച്ചുകൂടാനാകാത്തൊരു ഐറ്റമാണല്ലോ ഈത്തപ്പഴം. ഇത് നമുക്കൊരു ഈത്തപ്പഴം കൊണ്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി നമുക്ക് ഈത്തപ്പഴം കുരു കളഞ്ഞ് മാറ്റി വയ്ക്കണം. ഇനി വേണ്ടത് 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 2 ഏലക്കായ. ആദ്യമായി നമുക്ക് ഈ കുരു കളഞ്ഞ ഈത്തപ്പഴം 2 ബാച്ചായി മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇത് മിക്സിയിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് തന്നെ ഹൈ സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ, ഇല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് തന്നെ സ്റ്റക്കായി ചീത്തയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ബാച്ചായി 2 ബാച്ചായിട്ടിട്ട് ചതച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, ഈ ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നേരിട്ട് മൈദയിലേക്ക് ഇടാം, പക്ഷേ ബാറ്റർ വെള്ളം പോലെ ആവുന്നതുകൊണ്ടാണ് പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർക്കുന്നത്. ഇനി മൈദയും പഞ്ചസാര പൊടിച്ചതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്, ഇതിനുള്ളിലിട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ബാറ്റർ അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ഈത്തപ്പഴമെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി എല്ലാം മാറ്റി ഒന്ന് വെള്ളയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചെടുത്ത്, ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ കരട്ടി വെച്ച ഈത്തപ്പഴം ആ മിക്സിൽ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ മുക്കി നമുക്കിതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈത്തപ്പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഇഫ്താർ പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വക ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന്.